ഇന്ന് രാവിലെ എനിക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടുക്കളയിൽ അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല. തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിച്ചമ്മന്തി എന്തായാലും വേണമെന്ന്. ഒപ്പം ഞാൻ നമ്മുടെ സദ്യക്ക് കിട്ടുന്ന ഈ പപ്പടം വറുത്തിട്ട് ഐറ്റം ഇല്ലേ, അതുപോലെ ഒന്നും ആവില്ലെങ്കിൽ ഏകദേശം അതേപോലെയൊക്കെ ആകും ഞാൻ. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഈ പുളിച്ചമ്മന്തി പപ്പടം വറുത്തതും. ഒപ്പം 2 നെല്ലിപ്പുളിയാണ് ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തയക്കും. ഇപ്പം നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട്, ആ ട്രാക്കിലേക്ക് അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടിഫിനായിട്ട് റംബൂട്ടാനാണ് കൊടുത്തയക്കുന്നത്. ഇതിങ്ങോട്ട് പീസാക്കി കൊടുക്കാന്ന് വെച്ചാൽ കൈ നന്നായി മുറിഞ്ഞു കേട്ടോ. പക്ഷേ അത് നോക്കിയിരിക്കാനുള്ള നേരം ഉണ്ടായില്ല. കൈ വേഗം വാഷ് ചെയ്തിട്ട് ഒരു നേന്ത്രപ്പഴം റോബസ്റ്ററും റംബൂട്ടാനാക്കിയിട്ടാണ് ഇന്ന് ടിഫിൻ കൊടുത്തയച്ചത്. പിന്നെ കിഴക്കിലെ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛനാണ് കേട്ടോ ഇന്ന് സ്കൂളിലേക്ക് രണ്ടാളെയും കൊണ്ടാക്കുന്നത്. ചേച്ചിയുടെ കൂടെ കാശിക്കുട്ടനെ എനിക്കുന്നുണ്ട്. ചേച്ചിക്ക് മുമ്പേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കുളിയൊക്കെ കാശിട്ട് പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു ചടങ്ങാണ് ഈ ഭക്ഷണം കൊടുക്കൽ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 11 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇവന്മാർ പുറത്ത് പോകാണ്ടിരിക്കാനാണ് ഗേറ്റ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവർ സൈഡിൽ കൂടെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് എന്താ നമ്മുടെ പിള്ളേർ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. വേഗം തന്നെ ഉച്ചഭക്ഷണം കൊടുത്താൽ കാശിന് ഉറക്കും കേട്ടോ. വേറെ ഒന്നല്ല എനിക്ക് ഇങ്ങോട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. 3:45 എത്തുമ്പോൾ 3:40 ഞാൻ എനിക്കുള്ളൂ കേട്ടോ ഗൈസ്.